ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഇതേ ഈ ഇത്രയും വലിയ ബോക്സിനകത്തുള്ളത് എന്താ നമുക്ക് നോക്കാം. ഇത് റീകോഡിന്റെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള തുടക്കം തന്നെ അതിഗംഭീരമായിരുന്നു. എല്ലാം ഷടപടേന്ന് താഴെ പോയി, ബോക്സ് തുറന്നുപോയി. പക്ഷേ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തൊരു 30 ബ്രഷ് വരുന്നുണ്ട്. ബിഗിനർ ഫ്രണ്ട്ലി ആണെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയുള്ളൂ എങ്ങനെയാണെന്ന്. എന്തായാലും ഒരു 30 പീസാണ് ഇതിന്റെ അകത്തുള്ളത്. ഇതിനൊരു 3000 അറൗണ്ട് വരുന്നുണ്ട്. 3000 വരുന്നില്ല, ₹1 കുറവാണ്, 2999 രൂപ. എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ബ്രഷ് ഏകദേശം 3 വർഷം പഴക്കമുള്ളതാണ്. അത് ഞാൻ പഠിച്ചിരുന്നിടത്ത് വാങ്ങിയതാണ്. ഇനിയിപ്പം ആ ബ്രഷിനൊക്കെ ഒരു വിശ്രമം കൊടുത്തിട്ട് പുതിയ ബ്രഷ് എനിക്ക് യൂസ് ചെയ്യാം. പുതിയ സാധനങ്ങൾ ആർക്കാ ഇഷ്ടമില്ലാത്തത്? അതിൽ തന്നെ എനിക്ക് എല്ലാം പുതിയ സാധനങ്ങൾ ഇഷ്ടമാണ്. പക്ഷെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സ് ആണ്. അത് ബ്രഷ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഇത് കണ്ടില്ലേ, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര കണ്ടാലും എനിക്കിത് മതി വരില്ല. ഇനിയിപ്പോ എന്റെ പ്രധാന പണി രാവിലെയും വൈകിട്ടും ഇതിനെടുത്ത് ഇങ്ങനെ തലോലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും. സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പോലും തോന്നുന്നില്ല. നമ്മൾ പുതിയ ബുക്കും പുസ്തകവും ഒക്കെ എടുത്തിട്ട് അതിങ്ങനെ മണത്ത് അതിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയില്ലേ, അതുപോലെ ആസ്വദിക്കാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഫാൻ ബ്രഷ് ആണ്. അതുപോലെ പൗഡർ ബ്രഷ്. ഈ ബ്രഷിൽ ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ പൗഡർ ഒന്നും ഇടാൻ എനിക്ക് തോന്നുന്നു പോലുമില്ല. നോക്ക് എന്ത് രസം കാണാൻ. ഇത് സത്യമായിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. അടുത്തെന്താ നോക്കാം. അടുത്തത് എല്ലാം ക്യൂട്ടാണ്, എല്ലാ ബ്രഷും ക്യൂട്ടാണ്. ശരിക്കും ഓരോ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആയുധത്തോട് ഭയങ്കര സ്നേഹമായിരിക്കില്ല. അതുപോലെയാണ് എനിക്ക് എന്റെ ആയുധങ്ങളോട് തോന്നുന്ന സ്നേഹം. ഇത് ഐലൈനർ ബ്രഷ് ആണ്. അയ്യോ, നോക്കാൻ പറ്റുന്നില്ല. എത്ര നൈസാന്ന് നോക്കിയത്. ശരിക്കും ഇതുകൊണ്ട് വർക്ക് ചെയ്യാന്നുള്ളത് കുറച്ച് ട്രിക്കിയാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പം. ഈ 30 ബ്രഷും കാണിച്ചു തരുമ്പോഴത്തേക്കും കുറെ സമയം എടുക്കും. പക്ഷെ ഞാൻ പെട്ടെന്ന് ഓരോന്നോരോന്നിട്ട് കാണിച്ചു തരാം. മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. ഇതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കാജൽ അല്ലെങ്കിൽ കൺമഷിയൊക്കെ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് ഒരു സോഫ്റ്റ് ലുക്ക് വരുത്താനാണ് ഇത് ഉപയോഗിക്കുന്നത്. എത്ര നാള് ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തുള്ളൂ. ഇതുകൊണ്ട് അടുത്തൊരു ക്യൂട്ട് ബ്രഷ്. ഇതും ഫാൻ ബ്രഷ് തന്നെയാണ്. നോക്ക്, നല്ല രസമില്ല. എല്ലാം ഞാൻ തുറക്കുന്നില്ല, നിങ്ങളെ കാണിക്കാനാണെങ്കിൽ പോലും എല്ലാം തുറക്കാൻ തോന്നുന്നില്ല. നോക്കൂ. അപ്പൊ ഇനിയുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഈ ബ്രഷ് ഉപയോഗിച്ചായിരിക്കും. ഞാൻ എന്റെ റിവ്യൂ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് വാങ്ങിക്കാം. ഇങ്ങനെ കണ്ട് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഈ ഒരു പ്രൈസിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്വാളിറ്റി എന്തായാലും ഉണ്ട്. അത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്നതായത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രഷാണ്. ഇതെല്ലാം തന്നെ ഇതിന്റെ ഫൗണ്ടേഷൻ ബ്രഷുകളാണ്. നല്ല ഭംഗിയില്ല കാണാൻ. ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ബ്രഷുകളാണ് ഇതെല്ലാം. നല്ലൊരു റേഞ്ച് തന്നെ ഉണ്ട് ഇതിനകത്ത്. ഇത് 2 കൺസീലർ ബ്രഷ്. കൺസീലർ ബ്രഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ വേറൊരു പ്രൊഡക്റ്റ് കൂടി പരിചയപ്പെടുത്താം. ഞാൻ ഈ ബ്രഷുകളൊക്കെ കാണുമ്പം വാങ്ങിച്ചു കൂട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 2-3 തവണ പറഞ്ഞെങ്കിലും ഇത് മിലാഗ്രോ കമ്പനിയുടെ ഒരു കൺസീലർ ബ്രഷാണ്. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇങ്ങനെ കൺസീലർ അപ്ലൈ ചെയ്യാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്രഷാണ്. ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാം. പിന്നെ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നമുക്ക് ഈ ബ്രഷിന്റെ കൂടെ കിട്ടുന്ന ബ്രഷ് ഗാർഡ് ഇല്ലേ, അത് നിങ്ങൾ കളയരുത്. അത് എപ്പോഴും ഇങ്ങനെ ബ്രഷിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതൊരിക്കലും കളയാതെ നമ്മുടെ ഉപയോഗത്തിന് ശേഷം ബ്രഷിനെ ഇങ്ങനെ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഓക്കെ, എന്തായാലും ഒരു വഴിക്ക് വന്നതല്ലേ, ഇതുകൂടെ കാണിച്ചു തരാം. ഇതൊരു മേക്കപ്പ് ബോക്സ് ആണ്. ഞാനിത് എവിടുന്ന് വാങ്ങിച്ച അത്യാവശ്യമുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് സ്റ്റോറേജ് ചെയ്ത് ഇതിനകത്ത് വെക്കാം. ഇത് വളരെ ചീപ്പാണ്. ഒരു 300 രൂപ ആയിട്ടുള്ളൂ ഇത് വാങ്ങാൻ. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അധികം വലിയ സൈസ് ഒന്നും ഇല്ലാത്തതാണ്. നമുക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനൊക്കെ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇത് കോണ്ടറിങ് ഉപയോഗിക്കുന്നുണ്ട്. 2 ബ്രഷുകൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സൂപ്പർ അല്ലേ? മേക്കപ്പിനെ കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് അത് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കമന്റ് ബോക്സിൽ ചെയ്യാം. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.